ഇന്ന് ഞാനിതാ ഉച്ചക്കത്തേക്ക് നല്ല ചിക്കൻ സ്റ്റൂവും ചിക്കൻ പൊരിച്ചതും നല്ല അടിപൊളി ഗീ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നാളെ നീനുവിന് ലീവാണ് കേട്ടോ. അവൾ രാവിലെ പോരുമ്പോൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം വരുമ്പോൾ നല്ല ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കണം കേട്ടോ അമ്മച്ചി. പിന്നെ ചിക്കൻ വറുത്തത് അത് പിന്നെ എന്തായാലും നിർബന്ധമാണല്ലോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. പിന്നെ അതിലേക്ക് നല്ല നമ്മുടെ സാധാ നോർമൽ അപ്പല്ലേ ആ സീദോശ അത് മതി എന്നാണ്. ഞാനാണെങ്കിൽ ഗീ റൈസ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. പക്ഷേ ഓക്ക് ആ അപ്പമാണ് ആ ദോശയാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇപ്പോൾ ഇത് എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയണല്ലോ നീനുട്ടി പറഞ്ഞപ്പോൾ പറയാം അത് ഉമ്മച്ചിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ആ അപ്പം ചൂടിന് കാണുമ്പോൾ എനിക്ക് തിന്നാൻ കൊതിയാവുന്നുണ്ടെന്ന്, അതുകൊണ്ട് അത് മതി എന്നും പറഞ്ഞു. എന്തായാലും ഞാൻ ഇവിടെ ഉച്ചക്ക് ഇതാ നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂവും ചിക്കൻ കറിയൊക്കെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പൊരിച്ചത് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വൈകുന്നേരമല്ലേ നീന് വരുള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളത് പൊരിച്ചെടുത്തു. ഇതാ നെയ്ച്ചോറ് ഞാൻ ക്യാരറ്റും രാവിലെ തന്നെ ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ലുക്കിലാക്കി, ഫ്രൈഡ് റൈസ് ഒന്നല്ല എന്നാലും കാണാനൊരു ആ ലുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയതാണ്. നന്നായിട്ട് ഇളക്കി മറിച്ച് ശരിയാക്കിയതാ ഇതുമ്മൂന്ന് കൊടുത്തിട്ട് ഇങ്ങനെ വിശന്ന് കാത്തിക്കുന്ന സമയം കണ്ട് 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒക്കെ ഒരു സമയം തെറ്റിയിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലാത്തതും മദ്രസ ഉണ്ട്, സ്കൂളില്ലാത്തത് കൊണ്ട്. കാരണം മദ്രസ ഇട്ട് വരുമ്പോൾ 8:30 മുതൽ 5ാം ക്ലാസ്സിലായതുകൊണ്ട് നോക്കിപ്പോൾ 6:30ക്കാണ് കേട്ടോ മദ്രസ. അപ്പോൾ 6:30 കഴിയുമ്പോൾ 8:30 ആകുമ്പോൾ കഴിയും. 8:40 ആകുമ്പോൾ വരും. ഓള് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എണീറ്റ് ഇങ്ങനെ ഒന്ന് ലെവലായി വരുന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം എണീറ്റിട്ടുണ്ടാവും, പിന്നെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. ഒന്നിനും ഇപ്പോൾ ഒരു തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ഒരു എല്ലാം സ്ലോ ആയിരിക്കും. അപ്പോൾ പക്ഷേ ഓള് വാശി പിടിക്കുകയെ കരയേ എനിക്ക് വിശക്കണുണ്ട് പറയാം ഒന്നും ചെയ്യൂല കേട്ടോ. ഓള് ആ പരിപാടിയായിട്ട് നടക്കും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഓള് വിളിക്കും. അങ്ങനെ പുട്ടും കടലക്കറിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്, ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. അത് തിന്ന് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് 2 മണിയായിട്ടുണ്ട് ചോറൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നതാണ് ഇട്ടവരൊക്കെ. ആദ്യം ഓൽക്ക് 3 ആൾക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എണീറ്റ് പോയി അവിടെ ഞങ്ങൾ ഇരുന്നു. എന്നിട്ടും ഇവർ രണ്ടാളെ തീറ്റയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടാളും ടാബൊക്കെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞാൽ രണ്ടാളും ഒരേ പ്രായമാണെന്നാണ് ഐറൂസിൻ്റെയും ഇതുമ്മൂൻ്റെയും വിചാരം. ഐറൂസിൻ്റെ ഒപ്പം ഉള്ളതാണോ ഇനി ഐറൂൻ്റെ ഇളയതാണോ ഇതുമ്മൂ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ടാളോട് ഇരുന്ന് കളിച്ച് ടാബൊക്കെ കണ്ട് അങ്ങനെ കാണുന്നുണ്ട്. ഞാനും മോളും ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് ചോറും പിന്നെ മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചോറും പിന്നെ സ്റ്റൂ ഒക്കെ കണ്ടപ്പോൾ ഒരു കൂതി, അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കിടന്നതാട്ടോ. പക്ഷെ ഒന്ന് മയങ്ങിപ്പോയി. വെയിലിൻ്റെ ചൂടുകൊണ്ട് എന്താ അറിയില്ല, നല്ല ക്ഷീണമാണ്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവുകയാണ്. അപ്പോൾ ഞാൻ റൂമിൽ ഇതാ ലൈറ്റൊക്കെ ഓഫാക്കി കർട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്നതാണ് കേട്ടോ. പക്ഷെ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ആരും കാണാനല്ല, ഐറൂസൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഐറൊക്കെ ഉറങ്ങണ കണ്ടപ്പോഴാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എണീറ്റ് കണ്ണ് തുറന്നപ്പോൾ ആരും കാണാനില്ല കേട്ടോ. പിന്നെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ മാമു തിന്നാണ്. കുറച്ച് അത്യാവശ്യം സമയമായിട്ടുണ്ട്, 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓനെ ഉച്ചക്ക് വല്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുമുൻ്റെ ഇപ്പോൾ കളിച്ചുകൊണ്ട് ഇങ്ങനെ കഴിച്ച് വാരി കൊടുത്തിട്ടില്ലേനു. ഓൻ അതിൻ്റെ കുറച്ച് മുമ്പേന്ന് പുട്ടും ഇതൊക്കെ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓന് വിശക്കണില്ല. അപ്പോൾ കുത്തിത്തിരികി കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ഇപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഓന് വിശപ്പിളകി. അപ്പോൾ ഇതാ മോളോടെ ഇരുന്നിട്ട് ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ നീനുട്ടി വന്ന്. ഞാനാണെങ്കിലും ഒന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ തലക്കൊന്ന് ലെവലായി വന്നപ്പോൾ വെറുതെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉച്ചക്ക് ഉറങ്ങി കഴിഞ്ഞാലില്ലേ നമുക്ക് പിന്നെ രാവിലെ ഏതാ ഉച്ച ഏതാ രാത്രി ഏതാന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ നീനു വന്നപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടും റെഡിയാക്കിയിട്ടും ഒന്നുമില്ല കേട്ടോ. ഓൾ വന്നപ്പോൾ എന്തൊക്കെയോ ഇതാ ഈ ഒരു എന്താ പറയുക പൂളപ്പൊരി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്രൗണി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഐറൂസിന് ജംസ് മുട്ടായും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രൗണി ഇത് നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഈ ഐറൂസിന് ഇതാ ഇവിടെ ജംസ് മുട്ടായി ഇങ്ങനെ പൊളിച്ചു കൊടുക്കണം. ആ ബാഗും കൂടി ഒന്ന് നിലത്ത് വെക്കാതെ ഐറൂന് പൊളിച്ചു കൊടുക്കുകയാണ് കേട്ടോ നീനുട്ടി. ഇതുമുനങ്ങ് വിളിക്കുന്നുണ്ട് ഐറൂസ് മുട്ടായി ഇതാ വാ തിന്നാൻ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതുമുന് ഞാൻ അപ്പം ഇങ്ങോട്ട് കടയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു പാല് കൊണ്ടുവരാനായിട്ട്. ഞാൻ പറഞ്ഞില്ല ഒന്ന് കടന്ന് ഉറങ്ങിയതുകൊണ്ട് ആ സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ മറന്നു കേട്ടോ. ഞാൻ നീനുട്ടിക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരവും ബദാമും ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പാക്കറ്റ് പാലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ പാലിനാണ് കേട്ടോ ഇവിടെ ഏറ്റവും ഭയങ്കര ചിലവ്. കാരണം ഞാനും മോൾ തന്നെ ഒരു 2-3 ചായ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നും കൊണ്ടുവരിപ്പിക്കും പാല് ഇവിടുന്ന് ഇങ്ങനെ. അപ്പോൾ അത് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൊക്കിന് ഇതുമ്മ വന്നപ്പം പിന്നെ ഓളും ഐസും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഐറൂസിനൊരു ഐസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബ്രൗണി കഴിക്കണം. മോള് പിന്നെ കഴിക്കണോ വേണ്ടേ, കാരണം ഓൾ ചെറുതായിട്ട് ഇങ്ങനെ ഡയറ്റ് തുടങ്ങും.
പോകും അപ്പോഴേക്കാരം എന്തെങ്കിലും കാണുക കഴിക്കാൻ തോന്നും അപ്പോൾ കഴിക്കും. അപ്പോൾ ഇത് കഴിക്കണോ എന്ന് പറഞ്ഞ് നോക്കി ഇങ്ങനെ നിൽക്കണ്ട. അവസാനം ഞങ്ങളൊക്കെ പ്രലോഭനത്തിൽ വന്നു, ഇന്നൊരു ദിവസം കൂടി അല്ലേ തിന്നോ കഴിച്ചോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രലോഭനത്തിൽ വാങ്ങിയിട്ട് ഓളവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. നീനുട്ടി അതവിടെ കട്ടെന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓള് നീനോടങ്ങ് പറയേണ്ടി ഇമ്മച്ചി പിന്നെ എന്താ പറയുക, ആദ്യമൊക്കെ ഞാൻ വരുമ്പോക്കിന് ജ്യൂസ് അടിച്ചൊക്കെലുണ്ടായിനി, ചായ ഉണ്ടാക്കിയൊക്കെല്ലുണ്ടായിനി, ഇപ്പം ഉമ്മച്ചിക്ക് ഒന്നും പിന്നെ ഉണ്ടാക്കി വെക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ അങ്ങനെ എന്തൊക്കെയോ ചോറിയുണ്ട് കേട്ടോ നീനു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉറങ്ങി എണീറ്റതുകൊണ്ട് ഇന്ന് അതൊരു തലക്കൊന്നൊരു വെളിവുണ്ടായിരുന്നില്ല. ഞാൻ അവളോട് ആയിക്കോട്ടെ എങ്ങനെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആ ബ്രൗണി ഫുള്ള് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിക്ക് പോകുന്നത് കേട്ടോ. വെള്ളത്തിൽ ഞാനൊരു ഉച്ച സമയത്താണ് ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. 4 ഈത്തപ്പഴം, 4 ബദാം, 4 വാൾനട്ട്, 4 അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇട്ടതായിരുന്നു. ഓൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അതായത് ഹെൽത്തി ആയിട്ടുള്ള എല്ലാം കഴിക്കാൻ ഭയങ്കര മടി. അപ്പം എങ്ങനെയെങ്കിലും കുത്തിത്തിരിക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഞാനത് നന്നായിട്ട് പാലൊക്കെ പാർന്ന് അടിച്ചെടുത്തു. പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഈത്തപ്പഴം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ അടിച്ച് കൊണ്ടേ കൊടുത്തു. ഓൾ കുടിച്ച് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഭയങ്കരയില്ല. നമ്മളെ ട്രൈപ്പോഡ് പൊട്ടിപ്പോയിട്ട് വീഡിയോ ഒന്നും പയ്യെ പോലെ എടുക്കാനില്ല. ഏതായാലും അത് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് ഞാനിട്ട്, നാളെ എത്തും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മുടെ ദോശയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒളിയെ ഒരു അപ്പാട്ടോ ചൂടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തുത്തുവിനൊരു വീഡിയോ കോളിലാണ്. അത് കഴിഞ്ഞ് തുത്തു പിന്നെ ഉമ്മാനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതാ ഈ ഒരു അപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓക്ക് മാത്രം ലേശം ഒരു 4-5 അപ്പം ചുട്ടിട്ടുള്ളൂ. ഒരടുപ്പത്ത് ചിക്കന് പൊരിക്കുന്നുണ്ട്, മറ്റേ അടുപ്പത്ത് പിന്നെ നമ്മൾ അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പോരാത്തതിന് തുത്തുനോട് വർത്താനം പറയുന്നുണ്ട്, വീഡിയോ എടുക്കണമെന്നുണ്ട്. ഇപ്പം പിന്നെ ഈ ട്രൈപ്പോഡ് ഇല്ലാത്തതുകൊണ്ടേ കൈ പിടിച്ചിട്ട് വേണമല്ലോ നമ്മളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ ഓക്ക് ആവശ്യത്തിന് മാത്രം 2-3 അപ്പമൊക്കെ ചുട്ടു, സ്റ്റൂ ഒക്കെ വാർന്നു, ഇതാ ചിക്കനും വറുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഒരു അപ്പം കൂടി ഉള്ളൂ കേട്ടോ. ലാസ്റ്റത്തെ പൊടിയും കൂടിയാണ് പറഞ്ഞത്. ഞാൻ പൊടി കലക്കിയിട്ടുള്ള അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയാണ് ചുട്ടെടുത്തത്. അരിയല്ല പൊടി കലക്കിയായിട്ട് 4 ദോശ ചുട്ടെടുത്തു. ഐറൂസിനും പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ, ഐറൂസ് ഇല്ലാത്ത കളി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ അവിടെ അവളെ എത്തി. ഓളാണെങ്കിൽ ഫോണിൽ ഇങ്ങോട്ട് മുഴുകി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇപ്പോൾ ഈ ഒരു ടൈമല്ലേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റൂല അവിടെ. അപ്പോൾ വന്ന് അവിടുന്ന് പകൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ല. അപ്പോൾ ഫോണിൽ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് കേട്ടോ. അപ്പോൾ മൂപ്പര് വന്നപ്പോൾ ഇത് ഐസൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഇപ്പുറത്തെ ഭാഗത്തൊരു പറമ്പുണ്ടല്ലോ, ആ പറമ്പിൽ ഇന്നലെ സ്കൂളത്തെ എന്തോ ഒരു ഗാനമേള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഐസ്ക്രീം വെക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഐസ്ക്രീം വാങ്ങി വന്നത് കേട്ടോ. ഇതുമൂന്നും ഉണ്ടായിരുന്നു, ഇതുമൂന്നും ഐറൂസിനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നീനുട്ടി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എൻ്റെ പണികളൊക്കെ വേഗം തീർത്തിട്ടു. പിന്നെ എനിക്കറിയാം ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഒക്കെ ഒരു കുളിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറിയിട്ട് പിന്നെ വന്നിട്ട് എന്നോട് കുളിക്കണം എന്ന് പറയാം. ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ പണികളൊക്കെ ഞാൻ വേഗം തീർത്തു കേട്ടോ. ഓക്കെ എണ്ണ വെച്ചു. പിന്നെ ഓൾ എണീറ്റ് വന്നിട്ട് ഇത് അവിടെ പുറത്തങ്ങോട്ട് കയറിയിരിക്കും. പിന്നെ എണ്ണ തേപ്പും കുളിയും കാര്യങ്ങളൊക്കെയാണ്. ഓളെ റീൽസൊക്കെ പാളി നോക്കിക്കാണ് ഞാൻ കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഓള് വേഗം പോയി കുളിച്ചു, ഞാനൊന്ന് മേലെ എഴുകി. അപ്പോൾ ഇതും അതവിടെ ഒറ്റയ്ക്ക് മുടി കെട്ടണ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഓൾ മുടഞ്ഞ് പഠിക്കുകയാണ്, ഇമ്മച്ച് കെട്ടണ മാതിരി ആവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ.